പറയുകയാണെങ്കിൽ വൃശ്ചികം ലഗ്നക്കാരായാലും വൃശ്ചികം രാശിക്കാരായാലും സൂര്യനെ പോലെ ജ്വലിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സൂര്യനെ പോലെ പേരെടുക്കാനും കഴിയുകയുള്ളൂ. കർമ്മത്തിൻ്റെ ഭാവത്തിൻ്റെ അധിപൻ രാജാവാണ്, സൂര്യനാരായണനാണ്. പ്രാരാബ്ധത്തിൻ്റെ രാശിയിലാണ് അദ്ദേഹം ഉച്ചത്തിലാവുന്നതും. നിങ്ങളുടെ പ്രാരാബ്ധത്തിൻ്റെ രാശിയിൽ മിത്രഗ്രഹത്തിൻ്റെ രാശിയിൽ ആണ്, മേടത്തിലാണ് സൂര്യൻ ഉച്ചത്തിലാകുന്നതും. നിങ്ങളുടെ കർമ്മക്ഷേത്രത്തിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള കർമ്മങ്ങളിൽ നിങ്ങൾക്ക് സൂര്യനെ പോലെ ജ്വലിക്കാൻ കഴിയുന്നുണ്ടോ? അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഉന്നതി ലഭിക്കുന്നത്. ഇവിടെ ഞാൻ സന്തോഷം ലഭിക്കുന്നത് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. കാരണം വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിയാകുമ്പോൾ നമ്മളൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്ന് പോകാൻ വേണ്ടി ജനിച്ചവരാണ്. ഇതിനെ അതിജീവിക്കാൻ പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് യാത്രയുള്ളൂ. വീണ്ടും വീണ്ടും കുഴിയിലേക്ക് പതിക്കരുത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അഗാധമായിട്ടുള്ള അറിവ്, ഒരുപാട് അറിവ്, പാസ്റ്റ് ലൈഫിലെ ഇംപ്രിൻ്റ് ആയിട്ടുള്ള അറിവുകൾ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട്